ഡിയർ ഫ്രണ്ട്സ്, 16-ാം ദിവസമായ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് നമ്മുടെ സഹോദരങ്ങൾക്കാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ എഴുതാം: എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി. എന്നെ സാമ്പത്തികമായി വളരെയധികം സഹായിക്കുന്ന എൻ്റെ സഹോദരന് നന്ദി. തെറ്റുകൾ കണ്ടാൽ അച്ഛനെ പോലെ തിരുത്തിത്തരുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി. എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി. എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും എനിക്കെപ്പോഴും സഹായമായി എത്തുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട് സഹോദരങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് 21 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് എഴുതി തുടങ്ങാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് നിർത്താതിരിക്കുക. ചില വീടുകളിൽ സഹോദരങ്ങൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പോസിറ്റീവായ രീതിയിൽ നന്ദി എഴുതുമ്പോൾ പിണക്കമുള്ള സഹോദരങ്ങൾ നമ്മളോട് അടുക്കുന്നതായി കാണാൻ സാധിക്കും. താങ്ക് യു.